ഉത്സവത്തിനെത്തിക്കുന്ന ആനകൾ ഇടയുന്നതിന്റെ പ്രധാന കാരണം ആനകൾക്ക് മതിയായ വിശ്രമം ലഭിക്കാത്തതാണെന്ന് ആന ചികിത്സകൻ ഡോക്ടർ പി.ബി. ഗിരിദാസ്. കേരളത്തിൽ ആനകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും ഗിരിദാസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം 2 ഇടങ്ങളിലാണ് ആനയിടഞ്ഞ് 2 പേർ കൊല്ലപ്പെട്ടത്. സമീപകാലത്ത് ഉത്സവങ്ങൾക്കെത്തിക്കുന്ന ആനകൾ ഇടഞ്ഞ് ജീവൻ നഷ്ടപ്പെടുന്ന കേസുകൾ കൂടിക്കൂടി വരികയാണ്. പലപ്പോഴും വിശ്രമമില്ലാതെ ഉത്സവങ്ങളിൽ പങ്കെടുക്കേണ്ടി വരുന്നതാണ് ആന ഇടയാൻ പ്രധാന കാരണമെന്നാണ് ഡോക്ടർ ഗിരിദാസ് പറയുന്നത്. കൃത്യമായ വിശ്രമം ലഭിക്കാതെ വരുമ്പോൾ ആനകൾ സ്വാഭാവികമായും പ്രതിഷേധിക്കുമെന്നും അതാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്നും ഗിരിദാസ് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ 2 ഇടങ്ങളിലും ആന ആക്രമിച്ചത് ആനയോട് അടുത്ത് നിൽക്കുന്ന ആളുകളെയാണ്. അതായത് പൊതുജനങ്ങൾ അല്ലെങ്കിൽ അമ്പലത്തിലോ അല്ല പ്രശ്നം ഉണ്ടാക്കിയത്, അതിനെ കൊണ്ടു നടക്കുന്ന ആളുകളെയാണ് അത് ഉപദ്രവിച്ച്. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ആനയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ആന അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഷേധമാണ് അവിടെ കണ്ടത് നമ്മൾ. കാരണം ഇപ്പോൾ ഉത്സവകാലങ്ങളുടെ അവസാന ലാപ്പിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആനകളുടെ എണ്ണം ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നമുക്ക് ഒരു 10-20 വർഷത്തെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അന്ന് 800 ആനകളുണ്ടായിരുന്നു. ഇന്ന് അത് ഉത്സവത്തിന് 200 ആനകളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആനകൾക്ക് അവിടെ ഓവർ വർക്ക് വരുന്നുണ്ട് എന്നുള്ളത് തെളിവാണ്. കാരണം ഒരു എണ്ണം കുറയുമ്പോൾ ഉത്സവങ്ങൾ കുറയുന്നില്ല, ആഘോഷങ്ങൾ കുറയുന്നില്ല, പക്ഷെ ആനകളുടെ എണ്ണം കുറയുന്നുണ്ട്. ചൂട് കൂടുന്നത് ആനകൾ ഇടയുന്നതിന് കാരണമാകുന്നില്ലെന്നും ആനകൾ ഊർജത്തോടെ ഇരിക്കുന്ന കാലം ചൂടുകാലമാണെന്നും ഗിരിദാസ് പറഞ്ഞു. കേരളത്തിൽ ആനകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതിനാൽ ഓരോ ആനകൾക്ക് ഒന്നിലധികം ഉത്സവങ്ങളിൽ പങ്കെടുക്കേണ്ടി വരുന്നു. ഇത് ആനകളിൽ കൂടുതൽ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം അങ്കമാലി കിടങ്ങൂരിൽ ഇടഞ്ഞ ആന ലോറി ഡ്രൈവറെയാണ് ചവിട്ടിക്കൊന്നത്. മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ ആനയെ മയക്കുവെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. തൃശൂർ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ആന 2ാം പാപ്പാൻ 25 വയസ്സുള്ള ശ്രീകുട്ടനെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ആനകൾക്ക് കൃത്യമായ വിശ്രമം ലഭിച്ചില്ലെങ്കിൽ ഇനിയും ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ അക്രമങ്ങൾ ഉണ്ടാകുമെന്നും ആന ചികിത്സകൻ ഡോക്ടർ ഗിരിദാസ് പറഞ്ഞു. കൈരളി ന്യൂസ്, തൃശൂർ.